തൃശൂർ പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നെന്ന് സമ്മതിച്ച് മുഖ്യമന്ത്രി. പൂരം നടത്തിപ്പിൽ ADGPയുടെ വീഴ്ച DGP പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതടക്കം പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിനായി തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ സ്വാഗതം ചെയ്തു. പൂരം കലക്കലിൽ സംഘപരിവാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രതിരോധം. തറവാടകയുമായി ബന്ധപ്പെട്ടും ആനകളുമായി ബന്ധപ്പെട്ടും തുടക്കത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നല്ല നിലയിൽ പരിഹരിച്ചു. ഇതിനിടയിലാണ് ചില വിഷയങ്ങൾ ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ നടന്ന പൂരം അലങ്കോലപ്പെടുത്താനുണ്ടായ ശ്രമങ്ങൾ ഗൗരവതരം. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക. അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. നേരത്തെ ADGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ മുഖ്യമന്ത്രി പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചു. 3 തലത്തിലുള്ള അന്വേഷണമാവും ഉണ്ടാവുക. പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഒന്നാമത്തെ അന്വേഷണം. ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച് ഇന്റലിജൻസ് ADGP അന്വേഷിക്കും. MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച DGP നേരിട്ടും അന്വേഷിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ADGPയുടെ വീഴ്ച പരിശോധിക്കണമെന്ന് ആവർത്തിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ചുമതലപ്പെട്ട ADGP അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ DGPയുടെ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും ഇന്ന് ഗവൺമെന്റ് ത്രിതല അടിസ്ഥാനത്തിൽ നടത്തുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൃശൂർ പൂരം പൂർണ്ണമായി ഒഴിവാക്കിയതോ വെട്ടിച്ചുരുക്കിയതോ ആയ ചരിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ തൃശൂർ പൂരം വിഷയത്തിലെ പ്രതികരണം. 24 തിരുവനന്തപുരം.